ടേക്ക് ഓഫ് ജോലി തട്ടിപ്പ് കേസിലെ പ്രതി കാർത്തിക പ്രദീപ് ചെക്ക് നൽകിയും ആളുകളെ വഞ്ചിച്ചു എന്ന് പരാതി. ഇനി അതും കൂടെ ബാക്കിയുണ്ടായിരുന്നു, അതും കൂടിയായി. ഡോക്ടർ തട്ടിപ്പ്, ലൈസൻസ് ഇല്ലാതെ ഇവിടുത്തെ പരിപാടി, അതിനുശേഷം പിന്നെ വിദേശത്തേക്ക് ആളുകളെ കയറ്റി അയക്കാൻ വേണ്ടി അതിനും ലൈസൻസോ ഒരു തരത്തിലുള്ള ക്ലിയറൻസോ അനുമതിയോ ഇല്ല. കൂടാതെ പണം വാങ്ങി തട്ടിച്ചു, ഇപ്പോൾ ചെക്ക് കൊടുത്തും വഞ്ചിച്ചു. പണമില്ലാത്ത അക്കൗണ്ടിന്റെ ചെക്ക് നൽകി കബളിപ്പിച്ചു എന്നാണ് ആരോപണം. തിരുവനന്തപുരം സ്വദേശി ഉൾപ്പെടെ 4 പേർക്കായി 10 ലക്ഷത്തിലധികം രൂപയുടെ ചെക്കുകളാണ് കാർത്തിക നൽകിയത്. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ഓരോരോ തട്ടിപ്പുകളായിട്ട് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ചെക്ക് മടങ്ങിയ കേസിലും അല്ലെങ്കിൽ ചെക്ക് തട്ടിപ്പ് കേസിലും ഇപ്പോൾ പ്രതിയാകുമോ കാർത്തിക പ്രദീപ്? ഡോക്ടർ അരുൺകുമാർ, അടിമുടി തട്ടിപ്പാണ് കാർത്തിക പ്രദീപും സംഘവും നടത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ചെക്കുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിലും ഇവർക്കെതിരെ കേസെടുക്കാനാണ് സാധ്യത. എന്തായാലും ഇത്തരത്തിൽ വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങൾ പിരിക്കുന്നു. അതിനുശേഷം അത് വലിയ പ്രശ്നങ്ങളും പ്രതിഷേധവും ഉണ്ടാക്കുമ്പോൾ ഇവർ ചെക്ക് നൽകിയാണ് ഈ ഉദ്യോഗാർത്ഥികളെ പറ്റിച്ചത്. ചെക്ക് നൽകി ഈ ഉദ്യോഗാർത്ഥികൾ ബാങ്കിൽ പോകുമ്പോൾ ആ അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കാൻ കഴിയാത്ത സാഹചര്യം പിന്നീടാണ് മനസ്സിലാവുന്നത്. അക്കൗണ്ടിൽ പണമില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരം സ്വദേശിക്കടക്കം ഏതാണ്ട് 10 ലക്ഷം രൂപയിലധികം രൂപയുടെ ചെക്ക് ഇവർക്ക് നൽകുകയും ചെയ്തിരുന്നു. ഈ ചെക്ക് നൽകിയെങ്കിൽ പോലും അത്തരത്തിലും കബളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ വ്യാജ ഡോക്ടറാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലടക്കം ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നായിരുന്നു ഉദ്യോഗാർത്ഥികളോടക്കം ഇവർ പറഞ്ഞിരുന്നത്. പക്ഷേ ആ ആശുപത്രിയിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ഡോക്ടർ അവിടെ പ്രവർത്തിച്ചിരുന്നില്ല. മാത്രവുമല്ല, യുക്രൈനിൽ ഈ കാർത്തിക പ്രദീപ് ഈ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടില്ല എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 2017 യുക്രൈനിലേക്ക് പോയ കാർത്തിക പ്രദീപ് 2019 അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ജോലി തട്ടിപ്പുമായി മുന്നോട്ട് പോകുന്നത്. ആദ്യം ഒരു സ്ഥാപനം നടത്തുന്നു, അതിനുശേഷം അത് നിരവധി കേസുകളിൽ പെടുന്നു. അതിനുശേഷം മറ്റൊരു പേരിൽ വീണ്ടും ഒരു സ്ഥാപനം നടത്തുന്നു, അവിടെയും സമാനമായ രീതിയിലുള്ള തട്ടിപ്പ് നടത്തുന്നു. എന്നാൽ ഇവർക്ക് വിദേശത്തേക്ക് ജോലി നൽകാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏജൻസിക്കുള്ള ലൈസൻസോ ഒന്നും തന്നെ ഈ സ്ഥാപനത്തിന് ഇല്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ പരാതികൾ വരികയാണ്. സ്വാഭാവികമായും ഈ ചെക്ക് നൽകി കബളിപ്പിച്ചു എന്ന പരാതിയിലും കാർത്തിക പ്രദീപിനെതിരെ കേസെടുക്കാനാണ് സാധ്യത. നിലവിൽ 10-ലധികം ജില്ലകളിൽ ഇവർക്കെതിരെ കേസുകളുണ്ട്. അരുൺകുമാർ. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. അടിമുടി തട്ടിപ്പാണല്ലോ അല്ലേ കാർത്തിക പ്രദീപ്? എന്താ പറയുക?